ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിളികളെ ഒച്ചയും വിളിയൊക്കെ കേട്ടപ്പോഴേ പ്രകൃതി രമണിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് തുടങ്ങാന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. പക്ഷേ എങ്കിൽ സംഗതി ഏറ്റുമൂടിയ പ്രകൃതി രമണി ആയിപ്പോയി. എന്നോട് 2 ദിവസമായി കമന്റിൽ ഒരാൾ ഹായ് പറയുമോന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ റിസാന എന്നാണ് ആ കുട്ടീൻ്റെ പേര്. അപ്പൊ റിസാന ഹായ് പറഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങൾ പറയാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഞാൻ കൽപ്പിച്ചുകൂട്ടി വിട്ടതല്ല കേട്ടോ, മറന്നു പോണതാണേ. അപ്പളേ ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കണേ നമ്മൾ കുടിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. എപ്പോഴും പെരി പോയാൽ കുറേ കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന പരിപാടി നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിൽ കൊണ്ടുവന്നതിൽ പെട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതിലൊന്നാണ് കടച്ചക്ക. പിന്നെ ഇപ്രാവശ്യം തോനെയൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം നമ്മളെ കാക്ക കൊണ്ടുവരാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ ബസ്സിൽ തൂക്കി വലിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതേ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ദാ കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. ഉമ്മാൻ്റെ അഞ്ചത്തികൾ ഒരാൾ കപ്പ കൊണ്ടുവന്നു, ഒരാൾ ചക്ക കൊണ്ടുവന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ കാണിച്ചു തന്നിട്ടില്ലേനോ. അപ്പം അതിന്നൊക്കെ കുറേശ്ശെ എടുത്തു അടിച്ചു മാറ്റി പോകുന്നതാണ് കേട്ടോ ഞാൻ. അപ്പം ഇതിലും കുറച്ചും കൂടി തന്നു വിടാനൊക്കെ ആഗ്രഹം ഉണ്ടായിന്, കൊണ്ടുവരാനും ആഗ്രഹം ഉണ്ടായിന്. പക്ഷേ ബസ്സിൽ ആവുമ്പോഴേ നടക്കൂല കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേനിയത് കാച്ചിലാണ്. ഇത് വെച്ച് ഞാൻ ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോയിലൊക്കെ ഉണ്ടാക്കി തിന്ന് കഴിഞ്ഞ് കാച്ചിൽ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതേനി കേട്ടോ. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നത് ഇപ്പോഴാണെന്നുള്ളൂ. പിന്നെ നമുക്ക് എപ്പോൾ ചെല്ലുമ്പോഴും ഒരു 2-3 തേങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പം ഇന്നും കിട്ടി ഒരു 3 തേങ്ങ. ഇതും ആരെങ്കിലും കൊടുക്കും, അതിന് ഉമ്മ എനിക്കും തരുന്നതാണ് കേട്ടോ. ഞാൻ പോകുന്ന ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിലും അന്ന് പിന്നെ കുഞ്ഞുട്ടിക്ക് പണി ഉണ്ടായിനി കേട്ടോ. അപ്പോൾ തന്നെ എന്നോട് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവരാൻ വരും വിചാരിച്ച് കാത്ത് നിൽക്കണ്ട, പണി കഴിഞ്ഞ് വരുമ്പോൾ സമയമാവും, അപ്പോൾ ബസ്സിന് പോകുന്നോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബസ്സിന് പോകുന്നതുകൊണ്ട് കുറേയൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്രയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയുള്ളൂ. അപ്പേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞമ്മക്ക് ഇന്നൊക്കെ ചായക്കടിയൊക്കെ ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ പെരക്കാരായിട്ട് നമ്മൾ തല്ലൂടേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായക്കടി ഉണ്ടാക്കാം. ഞമ്മക്ക് മലപ്പുറത്താർക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ഒച്ച കേട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു 1-2 വട്ടമൊക്കെ ഇതിങ്ങനെ ഒന്നുകൂടി കറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങനെ വരണം, അപ്പോഴുള്ളൂ ഒരു സമാധാനം ഉണ്ടാവുക. അപ്പം ഇന്ന് ചീയപ്പം ഇനിട്ടോ. ഇവിടെ ഒരാൾ ചീയപ്പത്തേക്ക് പഞ്ചസാരയും പിന്നെന്താണ് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഇത്തിരി പഞ്ചാരയായിട്ടാണ് ഇന്നാളിത് തിന്നുകൊണ്ട് നിൽക്കണത് കേട്ടോ. ആ പഞ്ചാരയാണ് ആ മുഖത്ത് ഇങ്ങനെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടായിന് ആ ഒരു ശോഭ കേട്ടോ. അപ്പൊ ഞാനേ ഇപ്പൊ പയ്യ മാതിരിയൊന്നല്ല, ചെറുതായിട്ട് നല്ല കുട്ടിയായിക്കണ്. അതെന്താന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാട്ടോ നിങ്ങക്ക്. അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ രാവിലെ നമുക്ക് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് വീടൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി ഒതുക്കി നിർത്താട്ടോ. അപ്പേ ഞങ്ങളെ ചവിട്ടിയൊക്കെ ജീവൻ വെച്ചിങ്ങനെ നടക്കലുണ്ട്. അതാണ് ഞാൻ ചവിട്ടിയൊക്കെ അവിടുന്ന് പോകുന്നൊക്കെ വലിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, രാവിലെ ആദ്യം ഞാൻ ചെയ്തിനത് പായും പുതപ്പൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കും. അത് മാത്രം ചെയ്യൂ കേട്ടോ. ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാട്ടി വെക്കുവേ. അപ്പം സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് വന്ന് കയറിയാൽ ആകെ അലമ്പായി കിടക്കുന്ന വീടാണ് കാണാൻ. അപ്പേ ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ക്യാമറയിൽ വരാൻ ഭയങ്കര മൂഡിലാണ് കേട്ടോ. ഞാൻ എവിടെ ക്യാമറ വെക്കണോ അവിടെയൊക്കെ അതിൻ്റെ മുന്നിലേക്ക് വരികയാണ് പണി. ഇപ്പം ഞാൻ അവിടുന്ന് എടുത്ത് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിൻ്റെ മുന്നിലാണ് അടുത്ത പ്രഹസനം. കേട്ടോ, കുഞ്ഞിനെ കാണുന്നുണ്ടേ, വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം കേട്ടോ. ഇന്നിപ്പോ എന്തപ്പോ മറ്റേ എന്റെ മുന്നിൽ വരലില്ലല്ലോ. വീഡിയോ എടുക്കണ കാണുമ്പോ വല്ല മണ്ടലാണല്ലോ. ഇന്നിപ്പോ എത്തിയപ്പത് ആണ്. ഇന്നിപ്പോ എന്തേപ്പത് വേറെ മൂടില്ല, വേറെ മൂടില്ല, വേറെ മൂടില്ല. ഇന്ന് ക്യാമറ മൂടില്ല, ഇന്ന് ക്യാമറ മൂടിലാണോ? പിന്നെ ഏത് മൂടില്ല? അപ്പുറത്തെ റൂമിലേ നമുക്ക് വല്ലാതെ അടുക്കി പറക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു റൂം അലമ്പായിട്ടേക്കാരുണ്ടാകുക. കാരണം ഇതിൽ നിന്നാണ് ഒരു 3 ആൾ മാറ്റി ഒരുങ്ങി പോകല് കേട്ടോ. അപ്പോൾ ഓല് പോയി കഴിഞ്ഞാൽ ഈ റൂം ഏതാണ്ട് കരിമ്പും കാട്ടിൽ കയറി ആന ഐഷ്
ആന കരിമ്പുകാട്ട് കയറിയ പോലെ ആക്കലുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് കുഞ്ഞുട്ടൻ്റെ ഒരു സാധനം എടുക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തിലൊരു 4 സാധനം വലിച്ചിട്ട് കൊണ്ടാണ് കേട്ടോ. മൂപ്പരെ പേരിൽ കുട്ടി ഉള്ള പോലെ തന്നെയാണ് മൂപ്പര് ഒരു കുട്ടിത്തം കാട്ടലാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് എൻ്റെ മക്കളും ഒക്കെ ഇവിടെ വലിച്ചിട്ട്. ഞാൻ പിന്നെ ആ സമയത്ത് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ അപ്പളേ എടുത്തിപ്പിച്ചും. പക്ഷെ ആ സമയത്ത് ഞാൻ സിനിമോനെ തിന്നാൻ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരം. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാൽ മടക്കി വെക്കാനുള്ളതാണ് ഇപ്പൊ ഞാൻ മടക്കി വെക്കുന്നത് കേട്ടോ. കാരണം ഇന്നലെ എനിക്കതൊന്നും മടക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രാവിലെയാണ് ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കുന്നത്. ആദ്യം ഞാനുണ്ടല്ലോ ഈ അടിച്ചു വാരലും ഒക്കെ ലാസ്റ്റ്ക്കാണ് വെക്കുക കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അടിച്ചു വാരി തുടക്കല്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ല വിരുന്നാരോ ആരെങ്കിലൊക്കെ ഒന്ന് പെര കാണാനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അലമ്പായി കിടക്കുന്ന പെരയാണ് കാണുക. അതാണ് കാണുമ്പോണ്ടല്ലോ എനിക്ക് എന്താ പറയാ, നമുക്ക് ഉടുത്തി പാത്തി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീൽ ചെയ്യാറട്ടോ. ആകെ എന്താ പറയാ ഒരു ചമ്മിയ അവസ്ഥക്കാരം. അപ്പം ഇപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടിയാണിത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യണുണ്ട് കേട്ടോ. രാവിലെ ഞാൻ അടിച്ചു വാരലും അതേപോലെ തന്നെ ഈ അലക്കാലത്തൊക്കെ ഒരു മൂലൊക്കെ കൊണ്ടിടാ അകം മുഴുവൻ അങ്ങോട്ട് വൃത്തിയാക്കി വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഇത് പലപ്പോഴും ചെയ്യപ്പെടാന്നോ ചായ കുടിക്കണതിന് മുന്നേ. അപ്പോ രാവിലത്തെ വിശപ്പിന് കുറച്ചധികം കാഠിന്യം കൂടിയതേക്കാറല്ലോ. പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചുമ്പോ ഇതിന് സ്പീഡ് കൂടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാനും പറ്റും. അങ്ങനെ ഇതാ ഞാൻ മുഴുവൻ അടിച്ച് വൃത്തിയാക്കിക്കണം കേട്ടോ. തൊടയൊന്നും കഴിഞ്ഞിട്ടില്ല. തൊട ലാസ്റ്റൊക്കെ തുടച്ചാലും വലിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ നമ്മളെ പെര മുഴുവൻ സുന്ദര കുട്ടപ്പത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ എല്ലോടൊന്ന് അടിച്ചു വാരി അതിൻ്റെ ഇടക്ക് പിന്നെ എൻ്റെ കുട്ടി അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടിക്കണ്. അപ്പൊ ആദ്യം ഞാൻ സിനിമോനെ ഇത് വലിച്ചിടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഓൻ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിക്കില്ല കേട്ടോ. പക്ഷേ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ മാറ്റം എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. രാവിലെ തന്നെ പേരൊക്കെ ക്ലീൻ ആയി കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇവിടെ ഞാൻ തിരുമ്പാലതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിക്കണം കേട്ടോ. അതിന് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അലക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ രാവിലെ ഇതേപോലെ ഇനി നിങ്ങളൊക്കെ എല്ലാരും സ്ഥിരം ചെയ്യണത് ഇക്കാരം. ചെയ്യാത്ത പോലെ ഉണ്ടെങ്കിൽ ഇവൾക്ക് ഉപകാരം ആയിക്കോട്ടെ. നമ്മളെ വീഡിയോ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ കണ്ടു പോയാൽ പോരല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ള ഒരു ചെറിയ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരണ്ടേ. അപ്പോഴല്ലേ നിങ്ങൾക്ക് വീഡിയോ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കാണുന്ന പ്രഹസനം അതൊക്കെ വെറുതെയാണ് കേട്ടോ. അതൊക്കെ കുട്ടികളെമാരി ചിലപ്പോൾ നമുക്കൊരു ചെറിയ എന്താ പറയാ കുട്ടിത്തം വൈബൊക്കെ വരുമല്ലോ. അങ്ങനെ പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് എപ്പോഴാണ് നിങ്ങൾക്കറിയോ? 12:45 സമയത്താണ്. ഈ സമയത്ത് ഇനി ചോറും കൂട്ടാൻ ഉണ്ടാക്കണമെന്ന് വരെ ഞാൻ ആലോചിച്ചു. അപ്പൊ അതിൻ്റെ ഇടക്ക് ജനമോൻ ഉറങ്ങി. പിന്നെ എനിക്ക് അലക്കാണ്ടേനു, അത് അലക്കിട്ടു. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങിൻ്റെ ബാക്കി തീർക്കാണ്ടേനു. നാളെ ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടേനു. പിന്നെ അതേപോലെ തന്നെ ജനമോൻ ഉറങ്ങിയ സമയത്താകുമ്പോൾ എനിക്ക് വോയിസ് ഓവർ എടുക്കാനും സുഖമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വോയിസ് ഓവർ എടുക്കാനൊക്കെ ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി അത് വീണ്ടും റീ എഡിറ്റിങ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് പിന്നീട് ചെയ്താലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 12:45 അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പേ നമ്മളെ ഇടിച്ചക്ക ഉണ്ടല്ലോ, ഇടിച്ചക്കയാണോ കടച്ചക്കയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു നിഗമനം കടച്ചക്കക്ക് വളഞ്ഞിണ്ടാവില്ലല്ലോ, ഇടിച്ചക്ക കഴിക്കാറല്ലേ. അപ്പം ഇത് എന്താ അറിയില്ല. ഇത് ഇടിച്ചക്കയാണോ കടച്ചക്കയാണോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണതെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയോണ്ടിട്ടോ. ഇങ്ങനെ ഒരു കതിരും പതിരും തിരിച്ചറിയാൻ പറ്റാത്തൊരു കുതിരായിപ്പോയല്ലോ. അപ്പൊ ഈ ഇടിച്ചക്കയായിട്ട് മലർന്ന് കണ്ടാൽ തന്നെ അറിയുണ്ടാവും ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇതുകൊണ്ട് ഒരു പണി എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതന്നെ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ ഇടിച്ചക്കയും കടച്ചക്കയും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ഇത് വെച്ചിട്ട് കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. കറിക്ക് ഇപ്പം അത്ര ചെറുതാക്കി അരിയണ്ടില്ലേനൂന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീന് മസാല പറ്റിച്ച് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കറിയും കൂടി ഒന്ന് സെറ്റാക്കി ഇട്ടാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് തളിച്ചു വന്നപ്പോൾ ഞാനിതാ റൈസ് കുക്കർക്ക് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പം അതാ കുറച്ച് സമയം മൽപ്പിടുത്തം നടത്തിയിട്ടാണെങ്കിലും ഞാൻ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി എടുത്തിക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു കാച്ചിലങ്ങോട്ട് കാച്ചിയാണ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടു, ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ടായിനി. കാരണം ഞാൻ 2 ദിവസം കൂട്ടിയിട്ടോ ഈ കറി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചിട്ടുണ്ടായിനി ഞാൻ. അപ്പോൾ നമുക്ക് തേങ്ങ കിട്ടീനല്ലോ. അപ്പം ഇന്ന് ഇത് ഒന്ന് ചിരകി കൊണ്ടിട്ട് കേട്ടോ.
അപ്പോൾ അത് ഞാനൊന്ന് വറുത്തിട്ടാണ് അരച്ച് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഇതാ ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുള്ളി, പിന്നെ പച്ചമുളക്, പച്ചമുളകാണത്, കറിവേപ്പില. ഉറങ്ങാൻ നേരമായപ്പോഴാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെ തപ്പിപ്പിടുത്താണ്, നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം ഞാനിതാ വറുത്തെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വറവായപ്പോൾ ഞാൻ അതിക്ക് മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണേ. ഇതിലും കൂടുതൽ വറുത്താൽ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വാസമല്ല, ഞാൻ കരിയിച്ച് കളയും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേനു, പക്ഷെ മുളക് പൊടി ഇട്ടപ്പോൾ മഞ്ഞപ്പൊടിക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ച് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാനിതാ ഓഫാക്കി എടുത്തുക്കണേ. ഓഫാക്കിയ പാടന്നെ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്, കാരണം ഈ ചട്ടി നല്ലോണം ചൂട് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് ഊറ്റിയിട്ടുണ്ടെങ്കിനോ പിന്നെ അതാ ഇതൊന്ന് ചൂടാറിയപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരേ. അപ്പം നമുക്ക് കറീൻ്റെ ബാക്കി സെറ്റാക്കി എടുക്കണം. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മീൻ മസാല പുരട്ടി വെച്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വൈകുന്നേരത്തിന് ഞങ്ങൾക്ക് എടുക്കാനുള്ള പാകത്തിനുള്ളൂ കേട്ടോ. അപ്പം ഇനി പയ്യന്ന് ഇപ്പം എടുത്താൽ പിന്നെ വൈകുന്നേരത്തിന് അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ എന്തെങ്കിലും കുടിച്ചിടാം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് തട്ടി കൂട്ടി ഒരു മുട്ട പൊരിച്ചതും ഈ കറിയും കൂട്ടിയിട്ട് കഴിക്കാന്നേ. അപ്പോൾ മുട്ട പൊരിച്ചതിന് നിങ്ങൾ കണ്ടില്ലേ, കാരണം മുട്ട വേറൊരു പാത്രത്തേക്ക് കുത്തിയൊടിച്ചെടുക്കാനുള്ള മടിയുണ്ട്. അയക്കന്നെ ഉപ്പും മുളകൊക്കെ വിതറിയിട്ടാണ് എൻ്റെ പരിപാടി കേട്ടോ. ചില സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണോ ഭൂലോകം മടിച്ചിരിക്കാനും, പക്ഷെ അതിന് മടി ചില സമയത്തോ ബാഹുബലി വരെ തോറ്റു. അതിൻ്റെ അടുത്ത് പറയാൻ മറന്നു, നമ്മളെ തേങ്ങയൊക്കെ അരച്ചതൊക്കെ ഒഴിച്ച് ഞാനൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിക്ക് കുറച്ച് കടുക് ഇട്ടു, ചെറുള്ളി ഇട്ടു, വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ആദ്യം ഞാൻ കടുക് വറുക്കണോ ഉള്ളി തൂമിക്കണോ എന്നുള്ള ഇതിലായിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട രണ്ടും ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ ഒരാളിടുമ്പോൾ ഒരാൾക്ക് വിഷമാവരുതല്ലോ. അങ്ങനെ ഞാനിതാ വറുത്ത് ഇതാ ഇതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ. അങ്ങനെ നമ്മളെ അടിപൊളി കറി റെഡി ആയിട്ടോ. ആദ്യം വിചാരിച്ചു ഉച്ചക്ക് ഇപ്പം ഞാനും എൻ്റെ സെൻകുട്ടനൊക്കെ ഒറ്റക്കല്ലേ ഉള്ളൂ, അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ വൈകുന്നേരത്ത് ചോറും കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോഴും വേണ്ട ഇങ്ങനെ മെനക്കിടുക, അപ്പം ഇപ്പം തന്നെ ഉണ്ടാക്കിയാൽ അതാണ് കഴിയൂലേന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വലിയ ക്ലീനിങ് ഒന്നും ഉണ്ടായില്ല, കാരണം ഞാൻ രാവിലെ തന്നെ അടിച്ചു വാരലും എല്ലാം കഴിച്ചതുകൊണ്ട്. പിന്നെ എൻ്റെ കുട്ടി ഇന്ന് അധികമൊന്നും അതൊന്നും അലമ്പാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ അപ്പം പറഞ്ഞേ. അപ്പോൾ പിന്നെ വേഗം ഒന്ന് ഒരു വലിച്ച് തുടയും കഴിഞ്ഞ് ഞാനിതാ ചോറുണ്ണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചോറുണ്ണാനുള്ള സമയമായപ്പോൾ തന്നെ ഏകദേശം 2:30 ആയിക്കണേ. പിന്നെ ഈ സീന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജനക്കുട്ടന് കരയാണെന്നുള്ളത്, പക്ഷെ അത് കരച്ചിലല്ലേ ഇനി കേട്ടോ. അത് ഒരു തരം എന്താ പറയുക, ഒരു തരം കുളിച്ചിത്തരം ഇനി കേട്ടോ. അപ്പം നമുക്കേ വേഗം ചോറൊക്കെ തിന്നട്ടെ. നിങ്ങൾ ചോറൊക്കെ തിന്നോ? എന്താ നിങ്ങളെ പാട്? അപ്പം എന്നാ ഞങ്ങൾ ചോറുന്നട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടന് ഒന്നങ്ങോട്ട് കുത്തിക്കളി. പിന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ. ടാറ്റ. ഇവിടെ 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 ടാറ്റ എടുത്താ. ടാറ്റ. ഫോണിക്ക് ടാറ്റ എടുക്ക്. ഫോണിക്ക് ടാറ്റ. ടാറ്റ എടുക്ക. ബായ് പറ. ടാറ്റ എടുക്ക്. ടാറ്റ. ഇവിടേക്ക് ടാറ്റ എടുത്താ. ടാറ്റ. ഇനി വല്ല നമുക്ക് ഇവിടെ ഇറങ്ങാട്ടാ.